ഹലോ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടോപ്പിക്ക് ഫിസിക്സിലെ രണ്ടാമത്തെ യൂണിറ്റായ ലെൻസുകൾ എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ കോൺകേവ് ലെൻസിനെ കുറിച്ച്, കോൺവെക്സ് ലെൻസിനെ കുറിച്ച്, അതേപോലെ മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നീ ലെൻസുകളെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. വിശദമായിട്ട് കാണാം. ഫസ്റ്റ് ടോപ്പിക്കായി വരുന്നത് ലെൻസുകൾ എന്നുള്ള ടോപ്പിക്കാണ്. ഗോളോപരിതലത്തിലുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. വിവിധ തരം ലെൻസുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും തമ്മിലുള്ള വ്യത്യാസമാണ്. ഫസ്റ്റ് കോൺവെക്സ് ലെൻസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മധ്യഭാഗം കനം കൂടുതലാണ്, അരിക് കനം കുറവാണ്. അതേപോലെ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു. ഇനി കോൺകേവ് ലെൻസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മധ്യഭാഗം കനം കുറവാണ്, അരിക് കനം കൂടുതലാണ്, വസ്തുക്കളെ ചെറുതാക്കി കാണിക്കുന്നു. അടുത്ത ഒരു വ്യത്യാസമായിട്ട് വരുന്നത് പ്രകാശിക രശ്മികളെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുന്നു. സ്ക്രീനിൽ കാണുന്ന ഡയഗ്രാമിൽ വളരെ വ്യക്തമായിട്ട് അത് കാണിക്കുന്നുണ്ട്. കോൺകേവ് ലെൻസിലോ പ്രകാശരശ്മികളെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. അത് ഒരു ബിന്ദുവിൽ നിന്നും വരുന്നതായി തോന്നുന്നു. വ്യക്തമായി സ്ക്രീനിൽ കാണിക്കുന്ന ഡയഗ്രാമിൽ ഉണ്ട്. കോൺവെക്സ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടറുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. കോൺകേവ് ലെൻസോ ഡോർ ലെൻസ്, ഫ്ലാഷ് ലൈറ്റ് എന്നിവയിൽ ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി ലെൻസുകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിലൂടെ അക്ഷരങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ലെൻസിനെ ഒരു വശത്തേക്ക് നീക്കുമ്പോൾ ലെൻസിലൂടെ കാണുന്ന അക്ഷരങ്ങൾ വിപരീത ദിശയിൽ നീങ്ങുന്നതായി കാണാം. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അത് കോൺവെക്സ് ലെൻസാണ് എന്ന്. ഇനി കോൺകേവ് ലെൻസിനെ എങ്ങനെ തിരിച്ചറിയാം? കോൺകേവ് ലെൻസിലൂടെ അക്ഷരങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ലെൻസിനെ ഒരു വശത്തേക്ക് നീക്കുമ്പോൾ ലെൻസിലൂടെ കാണുന്ന അക്ഷരങ്ങൾ ലെൻസിൻ്റെ ചലന ദിശയിൽ തന്നെ നീങ്ങുന്നതായി കാണുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അത് കോൺകേവ് ലെൻസാണ് എന്ന്. ഇങ്ങനെ കോൺകേവ് ലെൻസിനെയും കോൺവെക്സ് ലെൻസിനെയും നമുക്ക് തിരിച്ചറിയാം. അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് ലെൻസുകളിലെ അപവർത്തനം. ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശത്തിന് 2 തവണ അപവർത്തനം സംഭവിക്കുന്നു. ഒന്നാമതായി വായുവിൽ നിന്നും ലെൻസിലോട്ട് കടക്കുമ്പോഴും ലെൻസിൽ നിന്നും വായുവിലോട്ട് കടക്കുമ്പോഴും 2 തവണ അപവർത്തനം സംഭവിക്കുന്നു. ഒരു ലെൻസിന് 2 അപവർത്തന പ്രതലങ്ങളുണ്ട്. അടുത്തതായി ലെൻസുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പദമാണ് പ്രകാശിക കേന്ദ്രം. അത് ഒപ്റ്റിക് സെന്റർ എന്ന് പറയും. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഒ എന്നുള്ള ലെറ്ററാണ്. ലെൻസിൻ്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് ഒ എന്നുള്ള പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ പോയിന്റാണ് പ്രകാശിക കേന്ദ്രം. രണ്ടാമത്തെ പദമായിട്ട് വരുന്നത് വക്രതാ കേന്ദ്രങ്ങളാണ്. വക്രതാ കേന്ദ്രങ്ങളെ ഇംഗ്ലീഷിൽ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ സി എന്നുള്ള ലെറ്ററാണ്. ലെൻസിന്റെ ഓരോ അപവർത്തന പ്രതലവും ഗോളത്തിന്റെ ഭാഗമാണ്. ഈ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് വക്രതാ കേന്ദ്രങ്ങൾ. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ വളരെ വ്യക്തമായി കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും 2 സൈഡിലും സാങ്കല്പികമായ ഗോളങ്ങൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ പോയിൻ്റാണ് വക്രതാ കേന്ദ്രങ്ങൾ. വക്രതാ കേന്ദ്രത്തിൽ നിന്ന് പ്രകാശിക കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തെ വക്രതാ ആരം എന്ന് പറയുന്നു. ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ ആർ.
മൂന്നാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പദമാണ് പ്രകാശിക അക്ഷം അഥവാ ഒപ്റ്റിക് ആക്സിസ്. ലെൻസിൻ്റെ വക്രതാ കേന്ദ്രങ്ങളിലൂടെയും പ്രകാശിക കേന്ദ്രങ്ങളിലൂടെയും കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശിക അക്ഷം. അതായത് 2Fയിലൂടെയും എഫിലൂടെയും ഓയിലൂടെയും നമ്മൾ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശിക അക്ഷം. നാലാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പദമാണ് അപ്പർച്ചർ. ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്ന ഭാഗത്തിൻ്റെ പരപ്പളവാണ് അപ്പർച്ചർ. ക്യാമറ, മൈക്രോസ്കോപ്പ് തുടങ്ങിയ ഉപകരണങ്ങളിൽ അപ്പർച്ചർ വ്യത്യാസപ്പെടുത്താൻ കഴിയും. അഞ്ചാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പദമാണ് മുഖ്യ ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ്. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. നമുക്ക് ഫസ്റ്റ് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്താണ് എന്ന് പരിശോധിക്കാം. കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം ലെൻസിൻ്റെ മറുവശത്ത് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദുവാണ് മുഖ്യ ഫോക്കസ്. സ്ക്രീനിൽ വളരെ വ്യക്തമായി ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാമിൽ മുഖ്യ ഫോക്കസിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കുന്നത് കാണാം. ആ പോയിന്റാണ് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്. ലെൻസിൽ 2 മുഖ്യ ഫോക്കസുകളുണ്ട്. അതേപോലെ ഇത് യഥാർത്ഥമാണ്. അടുത്തതായി കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. കോൺകേവ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുന്നു. ഈ രശ്മികൾ പതനരശ്മികളുടെ അതേ വശത്ത് ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായി തോന്നുന്നു. ഈ ബിന്ദുവാണ് മുഖ്യ ഫോക്കസ്. അതും വളരെ വ്യക്തമായി നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ലെൻസിൽ 2 മുഖ്യ ഫോക്കസ് ഉണ്ട്. അതേപോലെ കോൺകേവ് ലെൻസിൽ മിഥ്യയാണ്. ആറാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പദമാണ് ഫോക്കസ് ദൂരം അഥവാ ഫോക്കൽ ലെങ്ത്. ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ എഫ്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. അത് കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും ഫോക്കസ് ദൂരം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. O മുതൽ എഫ് വരെയുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. വക്രതാ ആരത്തിൻ്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം. അതായത് എഫ് ഈസ് ഈക്വൽ ടു R/2. അല്ല എന്നുണ്ടെങ്കിൽ R ഈസ് ഈക്വൽ ടു 2F. അടുത്തതായി പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. കോൺവെക്സ് ലെൻസിൻ്റെ ഏകദേശ ഫോക്കസ് ദൂരം കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. കോൺവെക്സ് ലെൻസിലൂടെ വ്യത്യസ്ത പാതയിൽ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ, അതായത് 3 റൂൾസാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ റൂൾസാണ് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. വളരെ വ്യക്തമായി സ്ക്രീനിൽ കാണുന്നുണ്ട്. O എന്നുള്ള പോയിന്റിലൂടെ പ്രകാശം കടന്നു പോയി കഴിഞ്ഞാൽ അതിന് വ്യതിയാനം സംഭവിക്കുന്നില്ല. അത് നേരെ അങ്ങോട്ട് പോകും. രണ്ടാമത്തെ റൂളാണ് പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി ലെൻസിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മറുവശത്തെ മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. അതായത് സ്ക്രീനിൽ കാണിക്കുന്ന ഡയഗ്രാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ഒരു പ്രകാശം കടന്നു വരുന്നു. സ്വാഭാവികമായിട്ടും അത് ലെൻസിൽ തട്ടുമ്പോൾ അപവർത്തനം സംഭവിക്കുന്നു. അപവർത്തനത്തിന് ശേഷം ഫോക്കസിലൂടെ കടന്നു പോകും. മൂന്നാമത്തെ റൂളാണ് മുഖ്യ ഫോക്കസിലൂടെ ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു. ചിത്രത്തിൽ കാണുന്നത് പോലെ പ്രകാശം ഫോക്കസിലൂടെ കടന്നു വരുന്നു. ലെൻസിൽ തട്ടുമ്പോൾ അപവർത്തനം സംഭവിക്കുന്നു. ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു. ഇത്രയും കാര്യങ്ങളാണ് 3 റൂൾസ് ആയിട്ട് വരുന്നത്. അടുത്തത് ഒരു പുതിയ ടോപ്പിക്കാണ് കോൺവെക്സ് ലെൻസിൻ്റെ പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രങ്ങൾ.
ഒന്നാമത്തെ ഹെഡിങ് ആണ് വസ്തുവിൻ്റെ സ്ഥാനം 2Fന് പിറകിൽ. വസ്തു 2Fന് പിറകിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ പ്രതിബിംബം ലഭിക്കും. പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളാണ്: പ്രതിബിംബത്തിൻ്റെ സ്ഥാനം മറുവശത്ത് 2Fനും Fനും ഇടയിൽ, പ്രതിബിംബം യഥാർത്ഥം, പ്രതിബിംബം തലകീഴായത്, പ്രതിബിംബം ചെറുത്. രണ്ടാമത് വസ്തുവിൻ്റെ സ്ഥാനം 2Fൽ. വസ്തു 2Fൽ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നത് പോലെ പ്രതിബിംബം നമുക്ക് ലഭിക്കും. പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ: പ്രതിബിംബത്തിൻ്റെ സ്ഥാനം മറുവശത്ത് 2Fൽ, പ്രതിബിംബം യഥാർത്ഥം, പ്രതിബിംബം തലകീഴായത്, പ്രതിബിംബം തുല്യ വലുപ്പം. മൂന്നാമതായി വസ്തുവിൻ്റെ സ്ഥാനം 2Fനും Fനും ഇടയിൽ. വസ്തുവിൻ്റെ സ്ഥാനം 2Fനും Fനും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു പ്രതിബിംബം നമുക്ക് ലഭിക്കും. പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ: പ്രതിബിംബത്തിൻ്റെ സ്ഥാനം മറുവശത്ത് 2Fന് പിറകിൽ, പ്രതിബിംബം യഥാർത്ഥം, പ്രതിബിംബം തലകീഴായത്, പ്രതിബിംബം വലുത്. നാലാമതായി വസ്തുവിൻ്റെ സ്ഥാനം Fൽ. വസ്തു Fൽ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് ചിത്രം ലഭിക്കും. പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ: പ്രതിബിംബത്തിൻ്റെ സ്ഥാനം മറുവശത്ത് അനന്തതയിൽ. അതുകൊണ്ടാണ് ചിത്രത്തിൽ നമ്മൾ പ്രതിബിംബത്തിൻ്റെ ചിത്രം വരക്കാത്തത്. കാരണം പ്രതിബിംബം രൂപപ്പെടുന്നത് അനന്തതയിലാണ്. പ്രതിബിംബം യഥാർത്ഥം, പ്രതിബിംബം തലകീഴായത്, പ്രതിബിംബം വളരെ വലുത്. അഞ്ചാമതായി വസ്തുവിൻ്റെ സ്ഥാനം Fനും ലെൻസിനും ഇടയിൽ. അങ്ങനെ വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള പ്രതിബിംബം നമുക്ക് ലഭിക്കും. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം വസ്തുവിൻ്റെ അതേ വശത്തെ ലെൻസിന് പിറകിൽ രൂപപ്പെടുന്നു. പ്രതിബിംബം മിഥ്യ, പ്രതിബിംബം നിവർന്നത്, പ്രതിബിംബം വലുത്. അടുത്തതായിട്ട് പുതിയ ടോപ്പിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. മിഥ്യാ പ്രതിബിംബങ്ങൾ, യഥാർത്ഥ പ്രതിബിംബങ്ങൾ. ഫസ്റ്റ് വൺ ഈസ് മിഥ്യാ പ്രതിബിംബങ്ങൾ. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നതുമായ പ്രതിബിംബങ്ങളാണ് മിഥ്യാ പ്രതിബിംബങ്ങൾ. യഥാർത്ഥ പ്രതിബിംബങ്ങൾ എന്നാൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ. അടുത്തതായി കോൺകേവ് ലെൻസിലൂടെ വ്യത്യസ്ത പാതയിൽ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ. ഒന്നാമത്തത്, പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, അത് കോൺകേവ് ലെൻസാണ്. അതിൻ്റെ O എന്നുള്ള പോയിന്റാണ് പ്രകാശിക കേന്ദ്രം. അതിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ വ്യതിയാനം സംഭവിക്കുന്നില്ല, അത് നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. രണ്ടാമതായി, ലെൻസിൻ്റെ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി അതേ വശത്തുള്ള ഫോക്കസിൽ നിന്ന് പോകുന്നതായി തോന്നുന്നു. സ്ക്രീനിൽ കാണുന്നത് കോൺകേവ് ലെൻസാണ്. അതിന് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പ്രകാശം വന്ന് പതിക്കുന്നു. സ്വാഭാവികമായിട്ടും അപവർത്തനം സംഭവിക്കുന്നു. അപവർത്തനം സംഭവിക്കുന്ന ഈ പ്രകാശം ഒരു പോയിന്റിൽ നിന്നും വരുന്നതായി, അതായത് ഫോക്കസിൽ നിന്നും വരുന്നതായി തോന്നുന്നു. മൂന്നാമതായി, മറുവശത്തെ മുഖ്യ ഫോക്കസിനെ ലക്ഷ്യമാക്കി ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ മറുവശത്തെ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു. അതും വളരെ വ്യക്തമായിട്ട് സ്ക്രീനിലെ ഡയഗ്രാമിലുണ്ട്. അടുത്തൊരു പുതിയ ടോപ്പിക്കാണ് കോൺകേവ് ലെൻസിലെ പ്രതിബിംബ രൂപീകരണം രേഖാചിത്രം. അതിൽ ഒന്നാമത്തെ ഹെഡിങ് ആണ് വസ്തുവിൻ്റെ സ്ഥാനം Fനും 2Fനും ഇടയിൽ. സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മൾ വസ്തുവിനെ Fനും 2Fനും ഇടയിൽ വെക്കുന്നു, നമുക്ക് പ്രതിബിംബം ലഭിക്കുന്നു. പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ: പ്രതിബിംബത്തിൻ്റെ സ്ഥാനം വസ്തുവിൻ്റെ അതേ വശത്ത് Fനും ലെൻസിനും ഇടയിലായിരിക്കും. പ്രതിബിംബം മിഥ്യ, പ്രതിബിംബം നിവർന്നത്, പ്രതിബിംബം ചെറുത്. രണ്ടാമതായി വരുന്നത് വസ്തുവിൻ്റെ സ്ഥാനം Fനും ലെൻസിനും ഇടയിലാണ്. വസ്തു
എഫിനും ലെൻസിനും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നത് പോലെ പ്രതിബിംബം നമുക്ക് ലഭിക്കും. പ്രതിബിംബത്തിന്റെ സ്ഥാനം വസ്തുവിന്റെ അതേ വശത്ത് എഫിനും ലെൻസിനും ഇടയിൽ. പ്രതിബിംബം മിഥ്യ, പ്രതിബിംബം നിവർന്നത്, പ്രതിബിംബം ചെറുത്. ഇതാണ് ഒരു കോൺകേവ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രങ്ങൾ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായത് ഒരു കോൺകേവ് ലെൻസിൽ വസ്തുവിന്റെ സ്ഥാനം എവിടെയായിരുന്നാലും ഒരേ രൂപത്തിലുള്ള പ്രതിബിംബം ലഭിക്കുന്നു. പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ ഒരേപോലെയായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെൻസ് സമവാക്യമാണ്. ലെൻസ് സമവാക്യം എന്നാൽ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ഇതിൽ നിന്നും എഫും വിയും യുവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. u ഈസ് ഈക്വൽ ടു vf ഡിവൈഡഡ് ബൈ f മൈനസ് v. v ഈസ് ഈക്വൽ ടു uf ഡിവൈഡഡ് ബൈ u പ്ലസ് f. f ഈസ് ഈക്വൽ ടു uv ഡിവൈഡഡ് ബൈ u മൈനസ് v. ഇനി ഓരോ ലെറ്ററുകളും നമുക്ക് പരിചയപ്പെടാം. എഫ് എന്നാൽ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം. യു എന്നാൽ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം. വി എന്നാൽ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. എച്ച് ഒ എന്നാൽ വസ്തുവിൻ്റെ ഉയരം. എച്ച് ഐ എന്നാൽ പ്രതിബിംബത്തിൻ്റെ ഉയരം. ഈ ലെൻസ് സമവാക്യത്തിൽ നിന്നും ഒരുപാട് പ്രോബ്ലം ചെയ്യാൻ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് കാർട്ടീഷ്യൻ ചിഹ്നരീതി. ലെൻസ് സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുമ്പോൾ അളവുകൾ അനുയോജ്യമായ ചിഹ്നങ്ങൾ നൽകേണ്ടതുണ്ട്. അതായത് നമ്മൾ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ ചിഹ്നങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അത് ഏതെല്ലാം ചിഹ്നങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നതാണ് കാർട്ടീഷ്യൻ ചിഹ്നരീതി. കാർട്ടീഷ്യൻ ചിഹ്നരീതി പ്രകാരം ചിഹ്നങ്ങൾ നൽകാൻ ചില നിയമങ്ങളുണ്ട്. അതായത് ഒന്നാമത്തത് പ്രകാശിക കേന്ദ്രത്തിൽ നിന്നാണ് അളക്കേണ്ടത്. വസ്തുവിൻ്റെ അതേ ദിശയിൽ അളക്കുന്ന ദൂരങ്ങൾ നെഗറ്റീവായി എടുക്കുക. വസ്തുവിൻ്റെ എതിർ ദിശയിൽ അളക്കുന്ന ദൂരങ്ങൾ പോസിറ്റീവായി എടുക്കുക. നിവർന്ന് നിൽക്കുന്ന അളവുകൾ പോസിറ്റീവായി എടുക്കണം. തലകീഴായി നിൽക്കുന്ന അളവുകൾ നെഗറ്റീവായി എടുക്കണം. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എല്ലായ്പ്പോഴും നെഗറ്റീവായിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കും. ഇത്രയും നിയമങ്ങൾ നമുക്ക് പഠിച്ചാൽ മാത്രമേ ഇതിൽ നിന്നും വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കൂ. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് വരുന്നതാണ് ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ. ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ എം. പ്രതിബിംബത്തിൻ്റെ ഉയരം വസ്തുവിൻ്റെ ഉയരത്തിൻ്റെ എത്ര മടങ്ങാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ആവർത്തനം. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആവർത്തനം. അനുപാത സംഖ്യ ആയതുകൊണ്ട് തന്നെ ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല. ഇനി ആവർത്തനം കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത് വി ബൈ യു, അല്ല എന്നുണ്ടെങ്കിൽ എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ. ആവർത്തനം പോസിറ്റീവായാൽ പ്രതിബിംബം നിവർന്നതും മിഥ്യയുമായിരിക്കും. ആവർത്തനം നെഗറ്റീവായാൽ പ്രതിബിംബം തലകീഴായതും യഥാർത്ഥവും ആയിരിക്കും. ആവർത്തനം 1 കുറവാണെങ്കിൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. ആവർത്തനം 1 കൂടുതലാണെങ്കിൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിരിക്കും. ആവർത്തനം 1 ആയാൽ വസ്തുവിൻ്റെ വലുപ്പവും പ്രതിബിംബത്തിൻ്റെ വലുപ്പവും തുല്യമായിരിക്കും. അടുത്തത് ഒരു പുതിയ ടോപ്പിക്കാണ് ലെൻസിൻ്റെ പവർ. ഒരു ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികളെ സംവ്രജിപ്പിക്കാനോ വിവ്രജിപ്പിക്കാനോ ഉള്ള കഴിവാണ് അതിൻ്റെ പവർ. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമമാണ് ലെൻസിൻ്റെ പവർ.
പവറിന്റെ യൂണിറ്റ് ആയി വരുന്നത് ഡയോപ്റ്റർ ആകുന്നു. ഫോക്കസ് ദൂരം കുറഞ്ഞ ലെൻസിന് പവർ കൂടുതലായിരിക്കും, ഫോക്കസ് ദൂരം കൂടിയ ലെൻസിന് പവർ കുറവായിരിക്കും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഫോക്കസ് ദൂരവും പവറും വിപരീത അനുപാതത്തിലാകുന്നു. കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവായും കോൺകേവിന്റെ ലെൻസിന്റെ പവർ നെഗറ്റീവായും പരിഗണിക്കുന്നു. പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് P = 1/F. F = 1/P. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതിയ ടോപ്പിക്കാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. സ്ക്രീനിൽ കാണുന്ന ചിത്രമാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ചിത്രം. വളരെ ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇതിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഒബ്ജക്റ്റീവ് ലെൻസ്, മറ്റൊന്ന് ഐപീസ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാൽ നിരീക്ഷിക്കേണ്ട വസ്തുവിനടുത്ത് വെക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ്. ഇത് കോൺവെക്സ് ലെൻസ് ആകുന്നു. ഈ ലെൻസിന് പവർ കൂടുതലും ഫോക്കസ് ദൂരം കുറവുമായിരിക്കും, അതേപോലെ കനം കൂടുതലായിരിക്കും. ഇനി ഐപീസ് ലെൻസ് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ഐപീസ് ലെൻസ്. ഇതും കോൺവെക്സ് ലെൻസ് ആകുന്നു. ഈ ലെൻസിന് ഫോക്കസ് ദൂരം കൂടുതലും പവർ കുറവുമായിരിക്കും, അതേപോലെ കനം കുറവായിരിക്കും. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പ്രവർത്തനമാണ്. അത് ഓരോ സ്റ്റെപ്പ് വെച്ചും സ്ക്രീനിൽ കാണുന്നുണ്ട്. സ്റ്റെപ്പ് 1, നിരീക്ഷിക്കേണ്ട വസ്തുവിനെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ F-നും 2F-നും ഇടയിൽ വെക്കുക. സ്റ്റെപ്പ് 2, വസ്തുവിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ കടന്നുപോയി 2F-ന് അപ്പുറം പ്രതിബിംബം രൂപപ്പെടുന്നു. സ്റ്റെപ്പ് 3, ഒബ്ജക്റ്റീവ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനം 2F-ന് അപ്പുറം ആയിരിക്കും. സ്റ്റെപ്പ് 4, ഒബ്ജക്റ്റീവ് രൂപപ്പെടുത്തിയ പ്രതിബിംബമാണ് ഐപീസ് വസ്തുവായി വർത്തിക്കുന്നത്. സ്റ്റെപ്പ് 5, ഇതിന്റെ സ്ഥാനം ഐപീസിന്റെ പ്രകാശിക കേന്ദ്രത്തിലും ഫോക്കസിനും ഇടയിൽ ആയിരിക്കും. സ്റ്റെപ്പ് 6, ഈ വസ്തുവിന്റെ പ്രതിബിംബമാണ് വളരെ വലുതായി ഐപീസിലൂടെ കാണാൻ കഴിയുന്നത്. മുകളിൽ സ്ക്രീനിൽ കാണുന്ന ഡയഗ്രാമാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രം. ഇനി നമുക്ക് പ്രതിബിംബത്തിന്റെ പ്രത്യേകതയിലോട്ട് കടക്കാം. അത് ഒബ്ജക്റ്റീവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളാണ്. വലുതാകുന്നു, തലകീഴായതാണ് യഥാർത്ഥം. ഇനി ഐപീസ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളോ വളരെ വലുതാണ്, നിവർന്നതാണ്, മിഥ്യയാണ്. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് വരുന്നതാണ് അപവർത്തന ടെലിസ്കോപ്പ്. വളരെ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാനുള്ള ഉപകരണമാണ് ടെലിസ്കോപ്പ്. മലയാളത്തിൽ നമ്മൾ ദൂരദർശിനി എന്ന് പറയും. ടെലിസ്കോപ്പിന്റെ ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതിനും രണ്ട് ഭാഗങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒന്ന് ഒബ്ജക്റ്റീവ് ലെൻസ്, മറ്റൊന്ന് ഐപീസ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാൽ വളരെ അകലെയുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് ടെലിസ്കോപ്പിൽ എത്തുന്നത്. ഇത് കോൺവെക്സ് ലെൻസാണ്. ഈ ലെൻസിന് ഫോക്കസ് ദൂരം കൂടുതലും പവർ കുറവുമായിരിക്കും, അതേപോലെ കനം കുറവായിരിക്കും. ഇനി ഐപീസ് ലെൻസ് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിനെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ഐപീസ് ലെൻസ്. ഇതും കോൺവെക്സ് ലെൻസാണ്. ഫോക്കസ് ദൂരം കുറവും പവർ കൂടുതലുമായിരിക്കും, അതേപോലെ കനം കൂടുതലാണ്. അപവർത്തന ടെലിസ്കോപ്പിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. അതിൻ്റെ പ്രവർത്തനത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. സ്റ്റെപ്പ് 1, വളരെ അകലെയുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് തലത്തിൽ കൂടിച്ചേരുകയും പ്രതിബിംബം രൂപപ്പെടുകയും ചെയ്യുന്നു. സ്റ്റെപ്പ് 2, ഒബ്ജക്റ്റീവ് ലെൻസ് രൂപപ്പെടുത്തുന്ന
പ്രതിബിംബത്തിന്റെ സ്ഥാനം ഐപീസ് ലെൻസിന്റെ ഫോക്കസിനും പ്രകാശിക കേന്ദ്രത്തിനും ഇടയിൽ ആയിരിക്കും. സ്റ്റെപ്പ് 3, ഈ പ്രതിബിംബമാണ് ഐപീസ് ലെൻസിന്റെ വസ്തുവായി വർത്തിക്കുന്നത്. ഇതാണ് ഇതിന്റെ പ്രവർത്തനം. അടുത്തതായി അപവർത്തന ടെലിസ്കോപ്പിന്റെ പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രത്തിലോട്ടാണ് കടക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന ചിത്രമാണ് അപവർത്തന ടെലിസ്കോപ്പിന്റെ രേഖാചിത്രം. ഇതിൽ നിന്നും നമുക്ക് പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ പറ്റും. ഒബ്ജക്റ്റീവ് ലെൻസിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ ചെറുതായിരിക്കും, തലകീഴായതായിരിക്കും, യഥാർത്ഥമായിരിക്കും. ഐപീസ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ വലുതായിരിക്കും, നിവർന്നതായിരിക്കും, മിഥ്യയായിരിക്കും. അതോടുകൂടി ലെൻസുകൾ എന്നുള്ള യൂണിറ്റ് അവസാനിച്ചു. എല്ലാ ടോപ്പിക്കും നമ്മൾ പരിചയപ്പെട്ടു, വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. മറ്റൊരു ടോപ്പിക്കുമായിട്ട്, മറ്റൊരു യൂണിറ്റുമായിട്ട് കാണാം. ബൈ.